6 കീമോയും കഴിഞ്ഞ് വിശ്രമത്തിലാണ് രേണുസുതി. ഒരിക്കലും ഇങ്ങനെയൊരു ഘട്ടം തൻ്റെ ജീവിതത്തിൽ വരുമെന്ന് രേണു കരുതിയിട്ടുണ്ടാവില്ല. അതിനാൽ തന്നെ മകന് വേണ്ടി ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് രേണു ചികിത്സയ്ക്ക് വിധേയമായത്. ഇപ്പോൾ ഇതാ അസുഖവുമായി ബന്ധപ്പെട്ടും ചികിത്സയുമായി ബന്ധപ്പെട്ടുമുള്ള അപ്ഡേഷനുകൾ പുതിയ വ്ലോഗിലൂടെ രേണുവും സഹോദരിയും പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ആദ്യത്തെ കീമോ ചെയ്യാൻ പോവുകയാണ്. എന്നോട് പുറത്തു നിൽക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയും ചേട്ടനുമാണ് ഡോക്ടർ സംസാരിച്ചത്. കോൺഫിഡൻസിലായ ഒരുപാട് കാര്യങ്ങൾ അവരോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴും എനിക്കറിയില്ല. അവർ എന്നോട് പറഞ്ഞിട്ടില്ല എന്നേ തന്നെയാണ് സത്യം. എന്നെ മുറിക്കുള്ളിൽ ഇരുത്തിയിട്ടാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറച്ച് സീരിയസ് കാര്യങ്ങൾ തന്നെയാണ് അറിഞ്ഞത് വെച്ച് എൻ്റെ അവസ്ഥ അല്പം സീരിയസ് ആയ മോശം തന്നെയാണ്. ക്യാൻസറിനെ ഭയന്നിരിക്കുന്നവർക്ക് മാതൃകയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരീരത്തിൽ മുഴ വന്നാൽ വേദനിച്ചു കൊണ്ടിരിക്കരുത്. എല്ലാത്തിനും ചികിത്സയുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് വാങ്ങുന്നത്. അതാണ് ഇന്ന് ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ കീമോയും ഉണ്ട്. ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്യും. മനക്കരുത്താണെങ്കിൽ ക്യാൻസറിനെ ജയിക്കാം. കീമോ ജയിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നെനിക്കറിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഒരുപാട് പേർ എനിക്ക് വേണ്ടി വഴിപാട് കഴിപ്പിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഋതപ്പനെ ഓർത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. ഞാൻ അഹങ്കാരിയായിരിക്കാം. അത്തരത്തിലുള്ള കമൻറ്റുകൾ കണ്ടിട്ടുമുണ്ട്. അതൊന്നും വിലക്കെടുക്കാത്ത എൻ്റെ ഋതപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ ശേഷം അവൻ നല്ല വിഷമത്തിലാണ്. പൊട്ടിക്കരയാറുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒരുപാട് പണം വേണം എൻ്റെ ചികിത്സയ്ക്കും മരുന്നിനുമായി. അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. കുറേ പ്രോഗ്രാമുകൾ മുടങ്ങിപ്പോയി. അതുപോലെ എൻ്റെ ചേച്ചി ജോലി രാജിവെച്ചു. എന്നെ നോക്കാൻ വേണ്ടിയാണ് രാജിവെച്ചത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായത്. രക്തബന്ധത്തിലുള്ള ആരെങ്കിലും തന്നെ രോഗിയെ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എൻ്റെ ചേച്ചിയെയും ചേട്ടനെയും ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇന്നലെ കീമോ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ പുറത്തു നിന്ന് ഒരു മനുഷ്യൻ വരാനുള്ള ബ്രസ്റ്റ് ക്ലിപ്പിടാനുമായി കീമോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുക തന്നെയുള്ളൂ. കണ്ടീഷൻ വളരെ മോശമാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇനി ഞാൻ എൻ്റെ തറവാടായി കാണുന്നുണ്ട്. എത്ര വർഷം പോകുമെന്ന് എനിക്കറിയില്ല. എത്ര വർഷം പോയാലും എൻ്റെ ഋതപ്പന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ്റെ അമ്മ തിരിച്ചു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പറ്റുന്ന രീതിയിൽ അപ്ഡേറ്റുകൾ തരാമെന്നാണ് രേണുസുതിയും പറയുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നും രേണുസുതി പറയുന്നു. 3 ആഴ്ചകൾ കൂടുമ്പോൾ ഒരു കീമോ വെച്ച് ആകെ 6 കീമോയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. 6 കീമോയ്ക്ക് ശേഷം സർജറിയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയാണ് മുന്നോട്ട് അവളെ കൊണ്ടുപോകുന്നതെന്ന് രേണുവിൻ്റെ സഹോദരിയും പറയുന്നു. ശരീരത്തിൽ വന്നൊരു മുഴ കൃത്യസമയത്ത് രേണു ചികിത്സിക്കാതിരുന്നതാണ് അത് ക്യാൻസറായി മാറിയത്. 3rd സ്റ്റേജ് കഴിഞ്ഞു. അതിനാൽ തന്നെ നൂതനമായ ചികിത്സയിലേക്ക് രേണു നൽകുന്നത്. കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായിരുന്നു രേണു. 6 വയസ്സുകാരനായ ഒരു മകനും രേണുവിനുണ്ട്. രേണുവിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് പഴയ പോലെയായി തിരിച്ചു വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് രേണുസുതി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.